ഇപ്പോഴിത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അഫ്ഗാനിസ്ഥാനിലേക്ക് പ്രവേശിക്കാനുള്ള തൻ്റെ ആഗ്രഹം വെളിപ്പെടുത്തിയിരിക്കുകയാണ്. അഫ്ഗാനിസ്ഥാനിലെ താവളം കൈക്കലാക്കാനാണ് ഇപ്പോൾ അമേരിക്ക പ്രധാനമായും ശ്രമിക്കുന്നത്. ഇത് അമേരിക്ക ലക്ഷ്യം വയ്ക്കുന്നത് ചൈനയെയും ചൈനയുടെ ആണവ റിയാക്ടറുകളെയും ആണവ പ്ലാന്റുകളെയുമാണ്. അതുകൊണ്ട് തന്നെ അഫ്ഗാനിസ്ഥാൻ വിട്ടുപോയ അമേരിക്ക വീണ്ടും അഫ്ഗാനിസ്ഥാനിലേക്ക് തിരിച്ചു വരാനുള്ള ശ്രമങ്ങൾ ഊർജിതമാക്കി നടത്തുകയാണ്. പക്ഷേ ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം അമേരിക്കയ്ക്ക് ശക്തമായിട്ടുള്ള താക്കീത് കൊടുത്തിരിക്കുകയാണ് താലിബാനും ചൈനയും പറയുന്നത് ഇനി അമേരിക്കയുടെ ഒരു റീ എൻട്രി അഫ്ഗാനിസ്ഥാനിൽ തങ്ങൾ അനുവദിക്കില്ല എന്നുള്ളതാണ്. ട്രംപിൻ്റെ നിർദ്ദേശം ചൈനയും താലിബാനും ശക്തമായി നിരസിച്ചു എന്ന റിപ്പോർട്ടാണ് വരുന്നത്. അഫ്ഗാനിസ്ഥാന്റെ തന്ത്രപ്രധാനമായിട്ടുള്ള ബഗ്രാം വ്യോമത്താവളം തിരിച്ചുപിടിക്കുന്നതിനെക്കുറിച്ചാണ് ട്രംപ് സംസാരിച്ചിരുന്നത്. ചൈനീസ് അതിർത്തികൾക്കടുത്തായി സ്ഥിതി ചെയ്യുന്ന വ്യോമത്താവളം 2021 അഫ്ഗാനിസ്ഥാനിൽ നിന്ന് തിടുക്കത്തിൽ പിൻവാങ്ങുന്നതിനിടെ US ഒഴിപ്പിച്ച ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാർമനുമായി ലണ്ടനിൽ നടന്ന സംയുക്ത പത്രസമ്മേളനത്തിൽ ബഗ്രാം വ്യോമത്താവളം തിരിച്ചുപിടിക്കാൻ അമേരിക്ക ആഗ്രഹിക്കുന്നുവെന്ന് ട്രംപ് പറഞ്ഞിരുന്നു. ചൈനയുടെ ആണവായുധ നിർമ്മാണ കേന്ദ്രത്തിന് വളരെ അടുത്താണ് ഈ വ്യോമത്താവളം സ്ഥിതി ചെയ്യുന്നതെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ട്രംപിന്റെ പരാമർശങ്ങളോട് മുതിർന്ന താലിബാൻ ഉദ്യോഗസ്ഥൻ സാക്കിർ ജലാൽ രൂക്ഷമായാണ് പ്രതികരിച്ചത്. അഫ്ഗാനിസ്ഥാനിൽ വിദേശ സൈന്യത്തിന്റെ സാന്നിധ്യം ഒരിക്കലും ഇനി അംഗീകരിക്കില്ലെന്നും ദോഹ കരാറിൽ വ്യക്തമാക്കിയതാണ്. അമേരിക്കയും അഫ്ഗാനിസ്ഥാനും തമ്മിൽ സാമ്പത്തികവും രാഷ്ട്രീയവുമായിട്ടുള്ള ബന്ധങ്ങൾ ഉണ്ടാകാം, പക്ഷേ സൈനിക സേനയുടെ സാന്നിധ്യം ഒരു സാഹചര്യത്തിലും അനുവദിക്കാൻ ഇനി സാധിക്കില്ല എന്നാണ് ഇപ്പോൾ ജലാൽ പറയുന്നത്. പോരാത്തതിന് ട്രംപിൻ്റെ പ്രസ്താവനയിൽ ചൈനയും വലിയ രീതിയിലുള്ള അതൃപ്തിയാണ് പ്രകടിപ്പിച്ചത്. മേഖലയിൽ പിരിമുറുക്കവും സംഘർഷവും സൃഷ്ടിക്കാനുള്ള ശ്രമങ്ങൾ ഒരു തരത്തിലും അംഗീകരിക്കാൻ സാധിക്കില്ല എന്നാണ് ചൈന പറഞ്ഞത്. അഫ്ഗാനിസ്ഥാന്റെ സ്വാതന്ത്ര്യത്തെയും പരമാധികാരത്തിൻ്റെയും പ്രാദേശിക സമഗ്രതയെയും ചൈന ബഹുമാനിക്കുന്നു. പോരാത്തതിന് അഫ്ഗാനിസ്ഥാന്റെ ഭാവി അഫ്ഗാൻ ജനതയുടെ കൈകളിലായിരിക്കണം. ചൈനീസ് വിദേശകാര്യ മന്ത്രാലയ വക്താവ് ലിൻ ജിയാൻ ബീജിംഗിൽ മാധ്യമങ്ങളോട് ഇങ്ങനെയാണ് ആവശ്യപ്പെട്ടത്. മേഖലയിൽ സമാധാനവും സ്ഥിരതയും നിലനിർത്തുന്നതിൽ എല്ലാ കക്ഷികളും ക്രിയാത്മകമായിട്ടുള്ള പങ്ക് വഹിക്കണം എന്നും ഇയാൾ പറയുന്നുണ്ട്. പ്രധാനമായും ചൈന താലിബാൻ സർക്കാരുമായി നയതന്ത്ര ബന്ധം സ്ഥാപിക്കുകയും അഫ്ഗാനിസ്ഥാനിലെ ചെമ്പ് ഖനനത്തിലും എണ്ണ പദ്ധതികളിലും നിക്ഷേപം നടത്തുകയും ചെയ്യുന്നു. മറുവശത്ത് താലിബാൻ നമ്മളിൽ നിന്ന് ധാരാളം ആഗ്രഹിക്കുന്നതിനാൽ അമേരിക്ക ബഗ്രാം വ്യോമത്താവളം തിരിച്ചുപിടിക്കാൻ ശ്രമിക്കുകയാണെന്ന് ട്രംപ് പത്രസമ്മേളനത്തിൽ പറഞ്ഞു. ചൈനയുടെ ആണവായുധ നിർമ്മാണ കേന്ദ്രത്തിൽ നിന്ന് ബഗ്രാം വ്യോമത്താവളം വെറും 1 മണിക്കൂർ അകലെയാണ് എന്നാണ് ട്രംപ് കൃത്യമായി സൂചിപ്പിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.